ലോക്സഭയിൽ മൂന്നാം ഭരണത്തിന്റെ പടക്കോപ്പുകളുമായി എത്തുന്ന ഭരണപക്ഷവും അംഗബലത്തിന്റെ ആവനാഴി നിറച്ചെത്തുന്ന പ്രതിപക്ഷവും തമ്മിലുള്ള ആദ്യ യുദ്ധവേദിയായി സ്പീക്കർ തിരഞ്ഞെടുപ്പ് മാറുകയാണ്. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിനെന്ന് ഉറപ്പ് നൽകാൻ BJP വിസമ്മതിച്ചതോടെയാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചത്. കഴിഞ്ഞ ലോക്സഭാ സ്പീക്കറായ ഓം ബിർള NDAക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി കോൺഗ്രസിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷാണ് മത്സരിക്കുക. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ളതിനാൽ ഓം ബിർളയുടെ ജയം ഉറപ്പാണ്. പ്രതിപക്ഷത്തിന് ശക്തി തെളിയിക്കുക എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഏക ലക്ഷ്യം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്ന കീഴ്വഴക്കം മൂന്നാം വട്ടവും പാലിക്കാൻ BJP തയ്യാറാകാത്തതിനാലാണ് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തരാമെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് സമവായത്തിന് ഒരുക്കമാണെന്ന് അറിയിച്ചിട്ടും BJP പ്രതികരിച്ചില്ല എന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ വാദം. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്ന ആവശ്യം BJPയിലെ ഒരു വിഭാഗവും ഉയർത്തിയിരുന്നു. സമവായ സാധ്യത ഉപയോഗിച്ച് മത്സരം ഒഴിവാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഇതിനായി തന്നെയാണ് രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരെ BJP നിയോഗിച്ചിരുന്നത്. സമവായ നീക്കവുമായി ഖാർഗെയെ കൂടാതെ മറ്റ് പ്രതിപക്ഷ നേതാക്കളെയും രാജ്നാഥ് സിംഗ് സമീപിച്ചിരുന്നു. സഭയിലെ മുതിർന്ന അംഗത്തിനെയാണ് പ്രോട്ടേം സ്പീക്കറായി പരിഗണിക്കുകയെന്നിരിക്കെ ഈ പദവി കൊടുക്കുന്നതിന് നിഷേധിച്ചതാണ് അദ്ദേഹത്തെ തന്നെ സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ നീക്കത്തിന് പിന്നിൽ. സമവായ നീക്കം പൊളിഞ്ഞതോടെ ചൊവ്വാഴ്ച ഓം ബിർളയുടെ നാമനിർദ്ദേശ പത്രിക NDA സമർപ്പിക്കുകയായിരുന്നു. അതേസമയം ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിൽ തൃണമൂൽ കോൺഗ്രസ് അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. ചൊവ്വാഴ്ച രാവിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ഒപ്പിട്ട ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് എതിർപ്പ് പുറത്തു വന്നത്. കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു ഇതെന്നാണ് തൃണമൂൽ ആരോപിക്കുന്നത്. അവസാന നിമിഷത്തെ തീരുമാനത്തിലാണ് സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാവുന്ന ആദ്യത്തെ ഭിന്നിപ്പായി ഇതിനെ കാണാൻ സാധിക്കും. കോൺഗ്രസുമായി നേരത്തെ തന്നെ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല മമതാ ബാനർജി. സ്പീക്കർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇതോടെ ഇരു പാർട്ടികളും രണ്ട് തട്ടിലായിരിക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷിനെ ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യ സഖ്യത്തിന്റേതല്ല എന്നും കോൺഗ്രസ് ഏകപക്ഷീയമായി എടുത്തതാണെന്നും തൃണമൂൽ പറഞ്ഞു. ആരെയും അറിയിക്കാൻ സാധിച്ചില്ല എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു. സമയം അവസാനിക്കുന്നതിന് 10 മിനിറ്റ് മുൻപാണ് ഈ തീരുമാനം എടുത്തത്. ഇക്കാര്യത്തിൽ ആരുമായും ചർച്ചകൾ നടത്തിയിട്ടില്ല. അതിനുള്ള സമയമില്ലായിരുന്നുവെന്നുമാണ് കോൺഗ്രസ് നൽകുന്ന വിശദീകരണം. അതേസമയം മറ്റൊരു ഭാഗത്തുകൂടി പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് തൃണമൂൽ നേതൃത്വത്തെ സമീപിച്ച് ഇവരുടെ പിന്തുണയും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തൃണമൂലിലെ സുപ്രധാന നേതാവായ അഭിഷേക് ബാനർജിയെ കണ്ട് എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തുവെന്നത് വിശദീകരിച്ചിട്ടുണ്ട്. മമതാ ബാനർജിക്ക് പുറമെ മുതിർന്ന തൃണമൂൽ നേതാവായ സുദീപ് ബന്ദോപാധ്യായയും അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നിരുന്നു. പാർട്ടിയുമായി ഈ വിഷയത്തിൽ കോൺഗ്രസ് ആലോചനകൾ നടത്തിയിട്ടില്ല. TVയിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞത്. ഡെറിക് ഒബ്രെയിൻ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് താൻ പറഞ്ഞുവെന്നും സുദീപ് ബന്ദോപാധ്യായ ഒരു പ്രമുഖ മാധ്യമത്തോട് സംസാരിക്കവേ പറഞ്ഞു. എന്തുകൊണ്ട് ഏകപക്ഷീയമായ തീരുമാനം എടുത്തുവെന്ന് കോൺഗ്രസ് വിശദീകരിക്കണമെന്നും സുദീപ് ആവശ്യപ്പെട്ടു. തൃണമൂൽ ഈ വിഷയത്തിൽ യോഗം ചേരും. അതിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രം ആരെ പിന്തുണയ്ക്കണമെന്ന് തീരുമാനിക്കുമെന്നാണ് തൃണമൂലിന്റെ നിലപാട്. ഇത് ഒരു പാർട്ടിയുടെ കൂട്ടായ തീരുമാനമായിരിക്കുമെന്നും സുദീപ് ബന്ദോപാധ്യായ പറഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത് എന്നതാണ്. ലോക്സഭയിൽ ഇന്നോളം സ്പീക്കർമാരെ തിരഞ്ഞെടുത്തത് ഏകകണ്ഠമായിട്ടായിരുന്നു. സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലി കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ സമവായ പാതയിൽ എത്താതെ ആയതോടെയാണ് മത്സരത്തിന് കളമൊരുങ്ങിയത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവർക്ക് സമവായമുണ്ടാക്കാൻ സാധിച്ചില്ല. ഇതിനിടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസിനെ തഴിഞ്ഞ് DMKക്ക് നൽകി പ്രതിപക്ഷ നിരയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള നീക്കവും BJP നടത്തിയിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ ഉറപ്പ് നൽകിയാൽ സഹകരിക്കാമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മന്ത്രിമാരെ അറിയിച്ചു. മറുപടി നൽകാതെ കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയെ പ്രധാനമന്ത്രി അപമാനിച്ചുവെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്ന ആവശ്യം BJPയിലെ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. സമവായ സാധ്യത ഉപയോഗിച്ച് മത്സരം ഒഴിവാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഉയർന്നു വന്നാൽ എന്ത് നിലപാട് ഓരോ പാർട്ടിയും സ്വീകരിക്കും, അത് ആ മുന്നണിയെ തന്നെ, അതിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നേരത്തെ തന്നെ എതിർപക്ഷത്തു നിന്നുള്ള പാർട്ടികൾ ഉന്നയിച്ചതാണ്. ഇപ്പോൾ സമാനമായ രീതിയിൽ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിലാണ് ഒരു എതിർസ്വരം, ഒരു ഭിന്നതയുടെ സ്വരം തൃണമൂൽ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. ഇതിനി എന്തെല്ലാം പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് വഴിതെളിക്കുന്നതെന്നത് കണ്ടറിയണം.